സന്യാസി ഒരു സ്പൂണിൽ എണ്ണ കൊടുത്തു, ഓയിൽ. അപ്പം എന്നിട്ട് ഞങ്ങൾ ചെറുപ്പക്കാരോട് പറഞ്ഞു ആ വില്ലേജ് മൊത്തം ഒന്ന് നടന്നേച്ച് വരാൻ പറഞ്ഞു. സല്ലാം ഉണ്ടാക്കാമേ. നല്ലൊരു ഗ്രേവിയാണ്, തമിഴ്നാട് ഫുഡ് ഒരു കറിയാണ്. അപ്പോൾ അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു, വെജിറ്റബിൾ ഓയിലാണ്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. അതൊന്ന് ചൂടാകുമ്പോൾ അതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഉള്ളി ഉണ്ടോ, ഇത് വഴട്ട് സ്ലൈസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ഇതൊരു ഉള്ളിയായിരുന്നു, 2 ടൊമാറ്റോയ്ക്ക് 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഒന്ന് കീറിയതാണ്. വെളുത്തുള്ളി 2 പിന്നെ ഒരു കുഞ്ഞ് സ്ലൈസ് ഇഞ്ചി ഇട്ടു. ഇതെല്ലാം കൂടെ നല്ലിടന്ന് വഴറ്റും. ഈ ഉള്ളിയും തക്കാളിയും കൂടെ നല്ലിട്ട് വഴന്നു, ഇഞ്ചിയും വെളുത്തുള്ളി. അപ്പോൾ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇതാണ്, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ഉണങ്ങിയതാണ്, ഡ്രൈഡാണ്. 3-4 ഉണക്കമുളകും, പിന്നെ 1 ടേബിൾ സ്പൂൺ പോപ്പി സീഡ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റണം. വരന്ന് മൂപ്പിക്കണം. ഇതിനകത്ത് കിടന്ന് എല്ലാം കൂടെ മൂത്തോളും. എന്നിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കാനാണ്, അരച്ച് പേസ്റ്റ് ആക്കാം. പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഫ്ലേക്കി പൊറോട്ട ഉണ്ടല്ലോ, അത് നല്ല ബിരിയാണി ഒന്നും വേണ്ട, പ്ലെയിൻ റൈസിലൂടെ കഴിക്കാൻ നല്ലതാണ്. ഇതിന് വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റും. ലൈക്ക് ഇതിലൂടെ ഗ്രീൻ പീസ് ഇട്ടിട്ട് വെജിറ്റേറിയൻ ആക്കാം, അതായത് ചിക്കൻ ഇടാം, ചിക്കനുണ്ട് മീറ്റ് എന്തെങ്കിലും വേണേൽ ഇട്ടിട്ടൊക്കെ നിങ്ങൾക്ക് വേരിയേഷൻസ് വരുത്താം. പക്ഷെ ഞാനിപ്പോൾ ഒന്നും ഇടാതെ പൊറോട്ടയാക്കി കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് നല്ലതായിട്ടൊരു 3 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് അരയ്ക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റായി. ഞാൻ ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഈ ജാറിലോട്ട് മാറ്റിയിട്ട് തണുക്കുമ്പോൾ അരച്ചുകൊണ്ട് വരാം. അരച്ച് ഗ്രേവിയാക്കാം. ഇത് ഗ്രേവിക്കാണ് പറഞ്ഞില്ലേ, പൊറോട്ട ഞങ്ങൾക്ക് പൊറോട്ടയുമായിട്ട്. അപ്പോൾ അതിന് ഗ്രേവി ഉണ്ടാക്കുക, ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആ സെയിം പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ പിന്നെ ഒഴിക്കുക. ഇതിലോട്ട് എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മസ്റ്റർഡാണ്. കടുക് എല്ലാം പൊട്ടി. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകമാണ്. ജീരകം മൂക്ക് നല്ല മണം വരുന്നുണ്ട്. അതിലോട്ട് കൊച്ചു കഷ്ണം പട്ട, 1 ബേ ലീഫ്, 2 ഏലക്ക, 3 ഗ്രാം, ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റും. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 വലിയ ഉള്ളിയാണ്, ഇത് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. ഇതിനി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം, അതുവരെ നമ്മൾ വഴറ്റണം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് കണ്ടോ, ഉള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഗോൾഡൻ കളർ ആവണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. പച്ചമണം ഒക്കെ ഒന്ന് മാറാനാണ്. ഒക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുമ്പേ അരയ്ക്കാൻ വേണ്ടി റെഡിയാക്കിയ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒഴിക്കാൻ പോവാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം വേണം. അപ്പം ഞാൻ മിക്സിയിൽ ജാറ് കഴുകി എടുക്കുകയാണ്. 2 കപ്പ് വെള്ളം. ഈ അരപ്പിട്ടത് ഒരു 4 മിനിറ്റ് ഒന്ന് സോട്ടേ ചെയ്യണം, ഒന്ന് വഴറ്റണം. അപ്പോൾ ഒരിടത്തെ ഒരു യങ് മാൻ, ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നേ, അവനാണെങ്കിൽ വിസ്റ്റ അന്വേഷിച്ച് നടക്കുക. ആ വിസ്റ്റ അന്വേഷിച്ച് നടന്ന് അവന് സന്യാസിയുടെ എടുത്തിരുന്നു. അപ്പോൾ സന്യാസിയോട് ചോദിച്ചപ്പോൾ സന്യാസി ഒരു സ്പൂണിൽ എണ്ണ കൊടുത്തു, ഓയിൽ. അപ്പം എന്നിട്ട് യങ് ചെറുപ്പക്കാരോട് പറഞ്ഞു ആ വില്ലേജ് മൊത്തം ഒന്ന് നടന്നേച്ച് വരാൻ പറഞ്ഞു. അവൻ ഈ വില്ലേജെല്ലാം നടന്നേച്ച് വന്നു. അവൻ സന്യാസി ചോദിച്ചു എന്താ കണ്ടെന്ന് ചോദിച്ചേ. അപ്പം ചെറുപ്പക്കാരൻ പറഞ്ഞു ഒന്നും കണ്ടില്ല, എണ്ണ താഴെ പോകാതിരിക്കാൻ വേണ്ടി അതിലായിരുന്നു ഫോക്കസ് മൊത്തം. സന്യാസി പിന്നെയും പറഞ്ഞു ഈ പ്രാവശ്യം പോകുമ്പോൾ ചുറ്റുപാടിനെ പറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിച്ച് വരാൻ പറഞ്ഞു. എണ്ണയും കൊടുത്തു വിട്ടു. അപ്പോൾ രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ സന്യാസി ചോദിച്ചു എന്താ കണ്ടെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു കുട്ടികൾ കളിക്കുന്നത് കണ്ടു, ആനിമൽസ് ചാടുന്നു, ചെടികൾ നിൽക്കുന്നു, കിളികൾ അലയ്ക്കുന്നു, അങ്ങനെ എല്ലാ ഭംഗിയും പറഞ്ഞു. അപ്പോൾ എന്താ ഇതിലെ മോറലെന്നറിയുമോ? ലൈഫാവുന്ന ജേണിയിൽ നിങ്ങൾ നടക്കുമ്പോൾ ഈ കറി മാത്രം വെച്ച് അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളോടൊക്കെ നോക്കി ലൈഫിനെ എൻജോയ് ചെയ്യണം എന്നാണ് ഇതിൻ്റെ മോറൽ. ലൈഫിൻ്റെ ജേണി, ജീവിതമാകുന്ന യാത്ര എൻജോയ് ചെയ്യണം, ഇതാണ് മോറൽ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം,
മിക്സി കഴുകി എടുത്താന്ന് പറഞ്ഞില്ലേ. ഇനി തിളയ്ക്കണം നല്ലതായിട്ട്. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. പക്ഷേ ചുമന്ന മുളക് ആദ്യം 2-3 ഇട്ടിട്ടുണ്ടായിരുന്നു എരിക്ക്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇച്ചിരി ചുമന്ന മുളക് പൊടിയും കൂടെ നിങ്ങൾക്ക് വേണേൽ ഇടാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. വന്നിട്ടില്ലേ നല്ലതായിട്ട് ബോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനി അടച്ച് വയ്ക്കാം. അപ്പോൾ അടച്ച് വെച്ച് 15 മിനിറ്റ്സ് ചെറിയ തീയിൽ ഒരു മീഡിയം ലോ തീയിലാണ് വയ്ക്കുന്നത്. 15 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞു. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാം. തീ ഓഫ് ചെയ്തു. അതിലേക്ക് ഒരു കൈ മല്ലിയില ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഇത് എന്ത് എളുപ്പം കറി ഉണ്ടാക്കാൻ പറ്റും. ഇത് പൊറോട്ടയ്ക്ക് കഴിക്കാൻ ബെസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ കറി. ഇനി പൊറോട്ടയുടെ കൂടെ കഴിക്കാം. പൊറോട്ട ഇങ്ങനെ ഫ്ലേക്ക് ചെയ്യാം. എന്നാണ്ടോ കേരളത്തിലെ പൊറോട്ട മാറി നിൽക്കുമേ. ഈ പൊറോട്ട ഉണ്ടോ ഇങ്ങനെയാണ്, ഇത്രയും സോഫ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ബിരിയാണിക്ക് കൊള്ളാം, പ്ലെയിൻ റൈസിന് കൊള്ളാം, പൊറോട്ടയ്ക്ക് കൊള്ളാം. കറി ടേസ്റ്റ് നോക്കണം. കറി വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണേ. വെറുതെ പറയുന്നതല്ല. തേങ്ങയുടെയും പോപ്പി സീഡൊക്കെ അടിച്ചതിൻ്റെയൊക്കെ തിക്ക് ഗ്രേവിയാണ് കണ്ടില്ലേ. ചുമ്മാ കൂട്ടാനും കൊള്ളാം. അപ്പോൾ നിങ്ങൾക്ക് വേരിയേഷൻസ് വരുത്താം. ചിക്കനോ മട്ടണോ ഒക്കെ ഇടാം, ഇല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇടാം. അപ്പോൾ എന്തായാലും ശരി, ഇത് ട്രൈ നോക്കണം. ടേസ്റ്റി, ഈസി. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാൻ. ബൈ.